بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إلهي نجني من كل ضيق بجاه المصطفى خير الجميع فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع وعلم أمة محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആനന്ദതുന്തിലവും ആഹ്ലാദജനകവും പരമവിശുദ്ധവുമായ ഒരു റബീഉൽ അവ്വൽ കൂടി നമ്മിലേക്ക് സമാഗതമാവുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ ഹബീബ് ആരംഭപ്പൂവായ മുത്തൊളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ സുന്ദരമായ മാസം, ഈ പ്രപഞ്ചമാകെ പടയ്ക്കപ്പെടാൻ കാരണക്കാർ, എന്നെയും നിങ്ങളെയും പടയ്ക്കപ്പെടാൻ കാരണക്കാർ, നമുക്ക് വേണ്ടി ജന്മം കൊണ്ട ഹബീബായ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ് നാളെ. റബീഉൽ അവ്വൽ 1 നാളെ. റബീഉൽ അവ്വൽ മാസമാണ് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ട വിശേഷണങ്ങളൊക്കെ എന്തൊക്കെയാണ് സഹോദരങ്ങളെ? എന്താണ്? നമ്മളത് പഠിക്കണം. ആ ഒരു സവിശേഷതയിലോട്ട് നമ്മൾ മാറണം. വിശുദ്ധമായ ഖുർആൻ ഒരായത്ത് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കുകയാണ്. ആദ്യമായിട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി. ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ബിഫദ്ലില്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം വന്നതുകൊണ്ടും, വബിറഹ്മതിഹി, അവൻ്റെ കരുണയെത്തിയാൽ, ഫൽയഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം ഇറങ്ങിയാൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഒരു ഔദാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ലോകത്തൊരുപാട് കാരുണ്യങ്ങൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു തന്നെ കാരുണ്യവാനാണ്. ആ സൃഷ്ടാവായ കാരുണ്യവാൻ ഈ ഭൂമുഖത്തിറക്കിയ കാരുണ്യങ്ങളിൽ വെച്ച് അത്യുത്തമവും അത്യുന്നതവുമായ കാരുണ്യം ഏതാണ്? അള്ളാഹിൻ്റെ ഖുർആൻ തന്നെ അത് പറയട്ടെ, വിശുദ്ധമായ കലാം പറയട്ടെ. നാളെ റബീഉൽ അവ്വൽ 1 അറിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട വികാരം എന്താവണം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ ഖുർആൻ പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം പടച്ചിട്ടില്ല നബിയേ. ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ നാം പടച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോൾ, ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ ഹബീബായ നബി മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു മുഅ്മിനിൻ്റെ ഒന്നാമത്തെ ബാധ്യത മനസ്സുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവേ, റബീഉൽ അവ്വൽ വന്നല്ലോ, എൻ്റെ ഹബീബിൻ്റെ മാസം വന്നല്ലോ, എനിക്ക് സന്തോഷമായല്ലോ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷമായല്ലോ എന്നുള്ള ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നേർ വിപരീതമാണ്. റബീഉൽ അവ്വൽ വന്നാൽ സന്തോഷിക്കാൻ പാടില്ല, റബീഉൽ അവ്വൽ വന്നാൽ നബിദിനത്തിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ഒന്ന് ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പുത്തൻവാദികളുടെ മുന്നിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം സന്തോഷിക്കേണ്ട അതിൻ്റെ പ്രമാണം എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ 2 ആയത്തുകളൊന്ന് പഠിച്ചു നോക്കിയാൽ മാത്രം മതിയല്ലോ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വന്നാൽ നീ സന്തോഷിക്കണം. എന്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്? ഏറ്റവും വലിയ റഹ്മത്ത് ഏതാണ്? അള്ളാഹുവിൻ്റെ റസൂൽ തന്നെയാണ്. ആ റസൂലുള്ള വന്ന മാസമാണ് റബീഉൽ അവ്വൽ. ഏത് ദിവസമാണ്? 12-ാം തീയതി. സമയം വരെ കൃത്യമായിട്ട് നമുക്ക് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ഉലമാക്കൾ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ. സഹോദരങ്ങളെ, വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം. സന്തോഷം വേണം. നമ്മുടെ ഒരു പുതിയ വീട് വെച്ചാൽ നമുക്ക് സന്തോഷം, നമ്മുടെ മകളുടെ കല്യാണം വന്നാൽ നമുക്ക് സന്തോഷം, ഒരു പെരുന്നാൾ വന്നാൽ, പുതിയ ഡ്രസ്സ് ഇട്ടാൽ, ഇതൊക്കെ നമുക്ക് സന്തോഷമാണല്ലോ. അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, നിനക്കൊരു റഹ്മത്ത് വന്നാൽ നിനക്ക് സന്തോഷിക്കണം. വിശുദ്ധമായ ഖുർആൻ തന്നെ റഹ്മത്താണ്.
അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ടല്ലോ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് ശമനവും കരുണയുമാണ് ഖുർആൻ. ആ ഖുർആൻ സന്തോഷത്തോടു കൂടി എടുക്കണം. ആ ഖുർആൻ ഓത്ത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകണം. കാരുണ്യം അല്ലാഹു നമുക്ക് തരുമ്പോൾ നമുക്ക് ഒരു രോഗം വന്നു, ശിഫയായി നമ്മൾ സന്തോഷിക്കണം. ഈ കാരുണ്യങ്ങൾക്കെല്ലാം മേലെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ. അതാണ് നമുക്ക് ഏറ്റവും വലിയ കരുണ. ഹബീബായ നബിതങ്ങളില്ലെങ്കിൽ നമ്മളുണ്ടോ? ആ റസൂലുള്ള ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഖിയാമത്ത് നാളിൽ ആ ഹബീബിൻ്റെ ശഫാഅത്ത് കിട്ടിയില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ആദം നബി എടുത്തും നൂഹ് നബി എടുത്തും അങ്ങനെയുള്ള സർവ്വ പ്രവാചകന്മാരുടെ അടുക്കൽ പോകുമ്പോൾ എല്ലാവരും മാറ്റി മാറ്റി വിടുമ്പോൾ അവസാനം നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മളെ ഹബീബല്ലേ നമുക്കുള്ളൂ. അന്ത ഉമ്മുൻ അം അബൂഹു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ. അങ്ങയുടെ ശഫാഅത്തില്ലാതെ, നബിതങ്ങളുടെ ശഫാഅത്തില്ലാതെ ഒരു കാരണവശാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ ഹബീബിലേക്ക് ചേരണ്ടേ സഹോദരങ്ങളെ, അവിടേക്ക് ലയിക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കണം. സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ നിലയിലേക്ക് നമ്മുടെ ഉമ്മയേക്കാൾ, നമ്മുടെ ഉപ്പയേക്കാൾ, നമ്മുടെ സർവ്വതിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതല്ലേ നമ്മുടെ ഹബീബ്. ഉമ്മയോ അത് വാപ്പയോ അവരിലായിട്ടാരുമേ ഇല്ല തങ്ങളെ പോലെയാ സയ്യിദി ഖൈറൻ നബി. അല്ലേ, നമ്മുടെ ഹബീബാണ് നമുക്ക് വലുത്. ആ റസൂലുള്ളാൻ്റെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കണം. പലരും പറയുന്നൊരു കാര്യം, അപ്പോൾ റസൂലുള്ള വഫാത്തായതും അതേ ദിവസം തന്നെയല്ലേ? റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ, അതേ ഡേറ്റിലാണല്ലോ, 12-ലാണല്ലോ. അതേ അള്ളാൻ്റെ റസൂൽ വഫാത്തായ അതേ ദിവസം തന്നെയാണ്. അപ്പം കാലാകാലം ദുഃഖിച്ചിരിക്കണമെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നതല്ലല്ലോ. ഇസ്ലാമിൻ്റെ തഅസിയ്യത്തിൻ്റെ ദിവസം 3 ദിവസമാണല്ലോ. ഒരു വീട്ടിൽ മരണം നടന്നാൽ അവിടെ 3 ദിവസമാണ് തഅസിയ്യത്തിൻ്റെ ദിവസം. അപ്പോൾ റസൂലുള്ളാൻ്റെ ആ റഹ്മത്ത് വരുന്നത് പോലെയുള്ള സന്തോഷത്തിൻ്റെ മേലല്ല നമുക്കൊരു ദുഃഖവും. മാത്രമല്ല, നമ്മുടെ ഹബീബ് വഫാത്തായിട്ടില്ലല്ലോ. മദീനയുടെ മണ്ണിൽ അവിടെ അന്തി ഉറങ്ങുകയാണല്ലോ. ഹബീബായ നബിതങ്ങൾ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. നമുക്കിപ്പോഴും നമ്മുടെ ഹബീബ് ജീവിച്ചിരിപ്പുണ്ടല്ലോ. നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ അടുക്കൽ വരുന്നുണ്ടല്ലോ നമ്മുടെ ഹബീബ്. അങ്ങനെ ഒരു വിശ്വാസി വിശ്വസിക്കണമെന്നാണ്. അങ്ങനെ വേണം നമ്മുടെ വിശ്വാസം. അള്ളാൻ്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നബിതങ്ങൾ സ്വപ്നത്തിൽ വന്ന് കണ്ടാൽ അത് നബിതങ്ങൾ തന്നെയാണ്, മറ്റൊരാളും അള്ളാൻ്റെ റസൂലിൻ്റെ രൂപം പ്രാപിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വപ്നത്തിലല്ലോ, യാഥാർത്ഥ്യത്തിൽ വന്ന് കണ്ട ചരിത്രം പോലും നമ്മുടെ മുന്നിലുണ്ടല്ലോ. സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ വിഷയം ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ സന്തോഷത്തിൻ്റെ മാറ്റുലികൾ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? ആ ഒരു സന്തോഷം വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അല്ല, നമ്മൾ ഹബീബിലേക്ക് ചേരണം. എങ്ങനെയാണ് റസൂലുള്ളാഹിലേക്ക് ചേർന്ന് നിൽക്കേണ്ടത്? അള്ളാഹിൻ്റെ ഹബീബ് തന്നെ അത് പഠിപ്പിക്കുന്നു. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്കൊന്ന് ചേരണ്ടേ? എങ്ങനെയാണ് ചേരേണ്ടത്? സന്തോഷം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലർ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്. അതാണ് എൻ്റെ അടുക്കൽ ഖിയാമത്ത് നാൾ എന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവൻ ആരാണ്? അള്ളാൻ്റെ റസൂലിന് പറയാമായിരുന്നല്ലോ, അബൂബക്കറാണ് എൻ്റെ അടുക്കൽ ചേർന്ന് നിൽക്കേണ്ടവൻ, ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നിലേക്ക് ചേർന്ന്. അങ്ങനെയല്ലല്ലോ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്. അള്ളാൻ്റെ റസൂലിനെ പ്രണയിച്ച സ്വഹാബാക്കളുടെ പേരല്ലല്ലോ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ലല്ലോ. അള്ളാൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖിയാമന്നാളിൽ എന്നിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവനാരെന്നറിയോ? എന്നോട് അടുത്ത് നിൽക്കുന്നവനാരെന്നറിയോ? ഔലന്നാസു ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാത്ത്. എന്നിലേക്ക്, എൻ്റെ മദീനയുടെ മണ്ണിലേക്ക് ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നവനാണ് ഖിയാമന്നാളിൽ എൻ്റെ കൂടെ അടുത്തു നിൽക്കുന്നവനെന്ന് ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റബീഉൽ അവ്വൽ നാം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, റബീഉൽ അവ്വൽ മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ തത്തിക്കളിക്കേണ്ട, നാവിൻ തുമ്പിൽ നാം ചൊല്ലേണ്ട, ചിന്തയോടുകൂടി ശ്രദ്ധയോടുകൂടി കേന്ദ്രീകരിക്കേണ്ടത് സ്വലാത്താണ്.
ഒരുപാട് സ്വലാത്തുകൾ നാം ചെല്ലാറുണ്ട്, ധാരാളം സ്വലാത്തുകൾ ഏതായാലും കുഴപ്പമില്ല. അത് ഇബ്രാഹിമിയ സ്വലാത്താവാം, അത് താജു സ്വലാത്താവാം, അത് നാരിയ സ്വലാത്താവാം, അത് സ്വലാത്തു തിബ്ബാവാം, എന്തു വേണമെങ്കിലും സ്വലാത്തുകൾ പണ്ഡിതന്മാരിങ്ങനെ ഒരുപാട് ആയിഷാ ബീവി പഠിപ്പിച്ചു തന്ന സ്വലാത്തുണ്ട്. ധാരാളം സ്വലാത്തുകൾ. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ടൊരു ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്യാം. സ്വലാത്തുകൾ, ഓരോ സ്വലാത്തുകളും അതിൻ്റെ സവിശേഷതകളും ഏതൊക്കെയാണ് ആ സ്വലാത്ത് ഇങ്ങനെ പറഞ്ഞു പോകണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മളത് ചൊല്ലണം. സ്വലാത്തുകൾ നമ്മൾ മുടക്കരുത്. റബീഉൽ അവ്വലിൽ എത്ര എണ്ണമാണ് നമ്മുടെ വിഷയം. എത്ര എണ്ണമല്ല നമ്മുടെ വിഷയം. 1 കോടിയല്ല, 10 കോടിയല്ല, കോടിക്കണക്കിനെന്ന് പറഞ്ഞാലും മതിയാവില്ല, ലക്ഷക്കണക്കിനെന്ന് പറഞ്ഞാലും കോടിക്കണക്കിനെന്ന് പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള സ്വലാത്താവണം നമ്മുടെ ഹൃദയത്തിൽ. കഅബ് റളിയല്ലാഹു അൻഹു ഒരു വിശുദ്ധമായ ഹദീസ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കഅബ് റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്നു. യാ റസൂലല്ലാഹ്, ഇന്നി അക്സിറു സ്വലാത്ത അലൈക യാ ഹബീബല്ലാഹ്. നബിയേ, ഞാൻ അങ്ങയുടെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ചൊല്ലിക്കോട്ടെയോ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ധൈര്യമായിട്ടും ചൊല്ലിക്കോ. കഅബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഫകം അജ്അലു ലക മിൻ സ്വലാത്തി യാ റസൂലല്ലാഹ്, ഞാൻ എത്രയാണ് ചൊല്ലേണ്ടത് നബിയേ? ഒരു റബീഉൽ അവ്വലിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എത്ര സ്വലാത്താണ് ഞാൻ ചൊല്ലേണ്ടത്. ഹബീബായ നബി തങ്ങൾ അതിന് മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, എനിക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഹദീസിലൂടെ നമുക്കെല്ലാവർക്കും അത് പറഞ്ഞു തരുന്നുണ്ട് ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സ്വലാത്താണ് നബിയെ ഞാൻ ചൊല്ലേണ്ടത്? അല്ലാഹുവിൻ്റെ റസൂൽ സിമ്പിളായിട്ട് മറുപടി പറഞ്ഞു, മാഷിഅത്ത്, നീ ഉദ്ദേശിച്ച അത്രയും നീ ചൊല്ലിക്കോ. അള്ളാഹുവിൻ്റെ റസൂലിനോട് കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അർറുബു യാ റസൂലല്ലാഹ്, 4ൽ 1 ചൊല്ലിയാൽ മതിയോ നബിയേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാഷിഅത്ത്, നീ ഉദ്ദേശിച്ചത് അത്രയും ചൊല്ലിക്കോ. ഫൈൻ സിത്ത, ആ 4ൽ 1 നീ അധികരിപ്പിച്ചാൽ ഫഹുവ ഖൈറുൽ ലക, നിനക്കത് നന്മയാണ് കഅബേ, നിനക്കത് ഖൈറാണ് കഅബേ. അള്ളാഹിൻ്റെ റസൂലിനോട് കഅബ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, അന്നിസ്ഫു യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിൻ്റെ പകുതി, ഒരു ദിവസം വന്നാൽ പകുതി ഞാൻ സ്വലാത്ത് ചൊല്ലിയാലോ, എങ്ങനെയായിരിക്കും? അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, മാ ശിഅ്ത ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക യാ കഅബ്, കഅബേ, നീ ഉദ്ദേശിച്ചത് അത്രയും നീ ചൊല്ലിക്കോളൂ. നീ അരയെന്ന് പറഞ്ഞല്ലോ, അധികരിപ്പിച്ചാൽ നിനക്ക് ഖൈറാണ് കഅബേ. വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ എത്ര സ്വലാത്താണ് ഞാൻ ചൊല്ലേണ്ടതെന്ന് ഒരാൾ വന്ന് നമ്മളോട് ചോദിച്ചു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്ത വിശുദ്ധമായ ഹദീസൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കഅബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നി അക്സിറു സ്വലാത്ത അലൈക ഫകം അജ്അലു ലക മിൻ സ്വലാത്തി. നബിയേ, അള്ളാഹുവിൻ്റെ തിരു റസൂലരെ, ഞാൻ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട്, എത്രയാണ് ഞാൻ ചൊല്ലേണ്ടത് നബിയേ? എത്ര സ്വലാത്താണ് ഞാൻ ചൊല്ലേണ്ടത്? എത്രയാണ് ഞാൻ ചൊല്ലേണ്ടത് നബിയേ? അള്ളാഹിൻ്റെ റസൂൽ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, കഅബേ മാ ശിഅ്ത, നിനക്കുദ്ദേശിച്ച അത്രയും നീ ചൊല്ലിക്കോ സഅദേ. അള്ളാഹിൻ്റെ റസൂലിനോട് കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അർറുബു യാ റസൂലല്ലാഹ്, 4ൽ 1 ചൊല്ലിയാൽ മതിയോ നബിയേ? അള്ളാഹിൻ്റെ റസൂൽ അതിന് മറുപടി കൊടുത്തത് എങ്ങനെയെന്നറിയോ? മാ ശിഅ്ത, നീ ഉദ്ദേശിച്ച അത്രയും ചൊല്ലിക്കൊള്ളൂ. ഫൈൻ സിത്ത, നീ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ ഖൈറുൽ ലക, നിനക്ക് നന്മയാണ്. എത്ര ചൊല്ലിക്കോട്ടെയോ? 4ൽ 1 ചൊല്ലിക്കോട്ടെ. ഒരു ദിവസത്തിൽ 4ൽ 1 ചൊല്ലിയാൽ മതിയോ? നീ അധികരിപ്പിച്ചാൽ അത് നിനക്ക് നല്ലതാണ്. കഅബ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, അന്നിസ്ഫു യാ റസൂലല്ലാഹ്, പകുതി ചൊല്ലട്ടെയോ നബിയേ? 4ൽ 1 ഒരല്പം കൂട്ടാം, പകുതി ചൊല്ലാം, അത് മതിയോ നബിയേ? അള്ളാഹിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കഅബേ മാ ശിഅ്ത, നീ ഉദ്ദേശിച്ചത്രയും ചൊല്ലിക്കോ. പക്ഷേ ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, നീ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, അരയും അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്കത് ഖൈറാണ് കഅബേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് കഅബ് റളിയല്ലാഹു അൻഹു, എന്നാൽ കുറച്ചുകൂടെ അധികരിപ്പിക്കാം, ഫസ്സുലുസു യാ റസൂലല്ലാഹ്, 3ൽ 1 ആക്കിയാലോ നബിയേ?
മൂന്നിലൊന്നാക്കിയാലോ നബി, എൻ്റെ ഒരു ദിവസത്തിൻ്റെ മൂന്നിലൊന്ന് മാറ്റി വെച്ചിട്ട് 2 ഭാഗവും ഞാൻ ആക്കിയാലോ? ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചു, ബാക്കി 2 ഭാഗം മുഴുവനും സ്വലാത്താക്കിയാലോ യാ റസൂലല്ലാ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞത്, മാശിഅ്ത, നീ ഉദ്ദേശിച്ച അത്രയും ചൊല്ലിക്കോ. അപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഫൈൻ സിത്ത ഫഹുവ ഖൈറുൽ ലക്, അധികരിപ്പിച്ചാൽ അത്രയും നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ കഅബ് റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞത് എന്തെന്നറിയോ? ഇജ്അൽ ലക സ്വലാത്തി കുല്ലഹാ യാ റസൂലല്ലാഹ്, എൻ്റെ ദിവസം മുഴുവനും അങ്ങേക്ക് ഞാൻ സ്വലാത്ത് ചൊല്ലിയാലോ നബിയേ? എൻ്റെ നിർബന്ധ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞിട്ട്, ഞാൻ എൻ്റെ മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ് മാറ്റിവെച്ചിട്ട് ഞാൻ അങ്ങേക്ക് വേണ്ടി അങ്ങ് സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെയോ? അള്ളാൻ്റെ റസൂല് വേണ്ട എന്നല്ല പറഞ്ഞത്. അള്ളാൻ്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? ഈ മറുപടിയാണ് ഈ വിശുദ്ധമായ റബീഉൽ മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ നേടിയെടുക്കേണ്ട പുണ്യമുള്ള കാര്യം എന്തെന്നറിയോ? അള്ളാൻ്റെ റസൂല് പറഞ്ഞു, എന്നാൽ ഇദാ തകുഫി ഹമ്മക ഇദാ തുക്ഫ ഹമ്മക, നിൻ്റെ ടെൻഷനുകളെല്ലാം പോകും കഅബേ, നിൻ്റെ വിഷമങ്ങളെല്ലാം മാറും കഅബേ, നിൻ്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും കടങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും വിഷമങ്ങളും നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും എല്ലാ ദുരിതങ്ങളും മാറും സഅദേ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വയൂഫറു ലക ദംബക, നിന്റെ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെടും കഅബേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, എന്തൊരു ഹദീസാ! എത്ര 100 സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ അങ്ങ് പരിപൂർണമായെന്ന് വിചാരിക്കുകയാണ്. റബീഉൽ അവ്വലിൽ നിസ്കാരശേഷം ചൊല്ലുന്ന 3 സ്വലാത്ത് എല്ലിയാ പിന്നെ നാവ് തുറക്കാത്തവർ. ഒരു വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാവുക. നാവിൻ തുമ്പിൽ തത്തിക്കളിക്കട്ടെ, ഹൃദയത്തിൻ്റെ ഉള്ളിലായി നിറങ്ങട്ടെ. നമ്മുടെ വീടുകളിൽ മൗലിദുകളും നമ്മുടെ പള്ളികളിൽ മൗലിദിൻ്റെ ഇരടികളും അതിൻ്റെ പദ്യഗദ്യ രൂപങ്ങളെല്ലാം ഇങ്ങനെ മുഴങ്ങട്ടെ. മലക്കുകൾ ആകാശലോകത്ത് നിന്നിറങ്ങി വരട്ടെ. നമ്മുടെ വീടുകൾ പുതിയട്ടെ. നമ്മുടെ ടെൻഷനുകൾ മാറട്ടെ. നമ്മുടെ കടങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ രോഗങ്ങളും മാരക രോഗങ്ങൾ മാറാ രോഗങ്ങൾ പിടിപെട്ട് അലയുന്നവർ ഒരു പ്രതീക്ഷയുടെ ഒരു തിരുനാമ്പുകൾ ഒരു തെളിച്ചം നമ്മൾ കാണുകയാണ്. റബീഉൽ അവ്വൽ അത് ശിഫയാകുവാൻ എങ്ങനെയാണ് സ്വലാത്തുകൾ ചൊല്ലുക? ഹബീബായ നബിക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് എത്ര സ്വലാത്തെന്നുള്ള എണ്ണമല്ല, മുഴുവൻ സ്വലാത്ത്. റബീഉൽ അവ്വൽ എന്ന് മാത്രമല്ല, റബീഉൽ ആഖിറായാലും പിന്നെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളാണെങ്കിലും സ്വലാത്ത് സ്വലാത്ത് സ്വലാത്ത്. ഈ റബീഉൽ അവ്വൽ, നാളെ റബീഉൽ അവ്വൽ 1 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം കടന്നു വരുന്നുണ്ടെന്നറിഞ്ഞാൽ മനസ്സിലെടുക്കേണ്ട നിയ്യത്താണ്, ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതം മുഴുവനും ഞാൻ സ്വലാത്തിലേക്ക് മാറ്റാൻ പോവുകയാണെന്നുള്ള ചിന്ത. അള്ളാഹു ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നാഥനായ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവേ, സ്വലാത്തിലൂടെ ജീവിക്കാൻ, ആ സ്വലാത്തിലൂടെ ആ ഹബീബിലേക്ക് എത്താൻ, ആ സ്വലാത്തിൻ്റെ മന്ത്രമാസ്മരിക ധ്വനിയിലൂടെ ഹബീബായ നബിതങ്ങളോടൊപ്പം ആ ഖിയാമത്ത് നാളൊന്ന് ചേർന്ന് നിൽക്കാൻ, നാളെ മഹ്ശറയുടെ തിരുമുറ്റത്ത് അവിടുത്തെ കരം പിടിച്ചുകൊണ്ട് ആ സ്വർഗീയ ആരാമത്തിൽ കടന്നു പോകാൻ, അതിനുശേഷം അവിടുത്തെ ആ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ ഒന്ന് വാങ്ങി കുടിക്കാൻ അള്ളാഹുവേ ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളും ഒരു കാരണമാക്കണമേ റബ്ബേ. അള്ളാഹുവിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.